സൃഷ്ടിയില്ല, അതുകൊണ്ട് തന്നെ സൃഷ്ടാവിന്റെ പോസ്റ്റും വേക്കന്റ്. ഇനി മറ്റൊന്നുള്ളത്, അള്ളാഹുവിനെ പിശാചിനെ ശിക്ഷിച്ചു. നവാസ് ജാനയുടെ I really appreciate him because he is absolutely right in being wrong, I say. Because അദ്ദേഹം പറഞ്ഞു അള്ളാഹു ആണ് പിശാചിനെ സൃഷ്ടിച്ചത്. അപ്പൊ പിശാച് ചെയ്യുന്നതിന് അള്ളാഹുവിന് ആരെയും നമ്പേണ്ട കാര്യമില്ലല്ലോ. ഓഹോ, ഞാൻ അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തു, ഇങ്ങനെങ്കിലും ഊരിക്കൊണ്ട് പോട്ടെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മിസ്റ്റർ നവാസ് ജാനെ, മനുഷ്യനെ സൃഷ്ടിച്ചതും അള്ളാഹു അല്ലേ? അപ്പൊ അവന് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കായിട്ട് മനുഷ്യന്റെ കൈ വെട്ടുക, കാല് വെട്ടുക, അവനെ കല്ലെറിഞ്ഞ് കൊല്ലുക, അവനെ മേലോട്ട് കൊണ്ടുവന്ന് പൊരിക്കുകയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇതെല്ലാം അള്ളാഹു ഒന്ന് സ്വയം ചെയ്താൽ പോരെ? എന്തൊക്കെ വാദങ്ങളായത്! ഇനി അദ്ദേഹം അവസാനം എത്തിയ ഒരു കാര്യം, റെസ്റ്റോറന്റ് വാദം. ഞാൻ അബ്സല്യൂട്ട്ലി പ്രതീക്ഷിച്ചാണ് റെസ്റ്റോറന്റ് വാദം. എന്താണ് റെസ്റ്റോറന്റ് വാദം? പ്രിയ സുഹൃത്തെ, മതവിശ്വാസികൾ, വളരെ തങ്കപ്പെട്ട സ്വഭാവമുള്ള മതവിശ്വാസികളുണ്ട്, സത്യസന്ധരായ മതവിശ്വാസികളുണ്ട്, വിവരവും വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന മതവിശ്വാസികളുണ്ട്, ധാർമ്മിക ബോധമുള്ള മതവിശ്വാസികളുണ്ട്. അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, മതത്തിന് തകർക്കാൻ കഴിയാത്തത്ര മാനവികത ഉള്ളവനാണ് മനുഷ്യൻ. മതത്തിന് അവരെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയൊക്കെ DDTയും കീടനാശിനിയൊക്കെ അടിച്ചിട്ടും മനുഷ്യനായി നിലകൊള്ളുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. മുസ്ലിങ്ങൾ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് ബഹുമാനവും സ്നേഹമുണ്ട്. മതത്തിനും തകർക്കാൻ കഴിയാത്ത ധാർമ്മികതയുമായിട്ട്. പക്ഷെ മതത്തിന് തകർക്കാൻ കഴിയുന്ന ധാർമ്മികതയുമായിട്ട് കുറെ അണ്ണന്മാരുണ്ട്. അവരതിന് വീണു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇദ്ദേഹം പറഞ്ഞു റെസ്റ്റോറന്റ്, ഹോട്ടൽ നടത്തുന്നവരെല്ലാം വിശ്വാസികളാണ്. എല്ലാ ഹോട്ടലുകാരെ കുറിച്ചുള്ള പൊതുവിലുള്ള അഭിപ്രായം എന്താണ്? ഓട്ടോറിക്ഷ ഓടിക്കുന്ന കൂടുതലും വിശ്വാസികളാണ്. ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് പൊതുവിൽ എന്താണ് അഭിപ്രായം? ജയിലിൽ കൂടുതലുള്ളത് വിശ്വാസികളാണ്. ജയിലിലുള്ളവരെ കുറിച്ച് പൊതുവിൽ എന്താണ് അഭിപ്രായം? സൗമ്യം വിശ്വാസിയാണ്, ഗോവിന്ദചാമിയും വിശ്വാസിയാണ്. എന്താണ് അഭിപ്രായം? ചന്ദ്രബോസും വിശ്വാസിയാണ്, നിഷാമും വിശ്വാസിയാണ്. എന്താണ് അഭിപ്രായം? പൊന്നു മനുഷ്യ, ഈ രാജ്യത്ത് കൂടുതൽ വിശ്വാസികളാണ്. അപ്പൊ നല്ലവരെ കണക്കെടുക്കുമ്പോഴും മോശം ആൾക്കാരെ കണക്കെടുക്കുമ്പോഴും വിശ്വാസികളായിരിക്കും കൂടുതൽ. ഇനി എന്താണ് പ്രശ്നം? ഒരു റെസ്റ്റോറന്റോ, ഒരു പാവപ്പെട്ട, എനിക്കറിയില്ല, അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ അറിയില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒരു റെസ്റ്റോറന്റ് യുക്തിവാദികൾ നടത്തുക, പിന്നെ അവിശ്വാസികൾ നടത്തുക, വിശ്വാസികൾ നടത്തുക, ഇതിൽ ഒരുപാട് റെസ്റ്റോറന്റുകൾ അബോർട്ടഡ് ആയി പോകാറുണ്ട്, പരാജയപ്പെടാറുണ്ട് ഇല്ലേ? ചിലതിനകത്ത് പണം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, ചിലത് നന്നായിട്ട് വിജയിക്കാറുണ്ട്. ഇത് ഏതെങ്കിലും യുക്തിവാദ പുസ്തകം അനുസരിച്ച് അപ്പം ചുടുകയും നെയ്യപ്പിടുകയും ഒക്കെ ചെയ്തുകൊണ്ടാണോ അങ്ങനെ വന്നത്? പക്ഷേ നമുക്ക് പറയാം, കൃത്യമായി കൈയടിക്കരുത്. കാരണം ആ ആശയങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൈയടിക്കട്ടെ, അപ്രീഷിയേറ്റ് ഉണ്ടെങ്കിൽ. കാരണം അതൊരു വല്ലാത്ത വൈരാഗ്യം സൃഷ്ടിക്കും. അദ്ദേഹം പറയുന്നത് പോലെ എല്ലാവരും ചെയ്യാൻ. അപ്പൊ ഞാൻ ചോദിച്ചൊരു കാര്യം, ഇപ്പോ കള്ളക്കടത്ത് നടത്തുന്നു അണ്ണൻ, അദ്ദേഹത്തിന്റെ പേരെന്താ? ദാവൂദ് ഇബ്രാഹിം. അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് കള്ളക്കടത്ത് നടത്തുന്നത് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഒരുപാട് മുസ്ലിങ്ങളെ കൊലപാതകത്തിൽ കേസിൽ പ്രതികളായി അല്ലെങ്കിൽ മോഷ്ടിച്ചും കട്ടും ഒക്കെ ഒരുപാട് പേരുണ്ട്. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നിരീശ്വരവാദികളും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ചില തടിയന്തര നഷീറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ല പറയും. അദ്ദേഹം മതപരമായി, മതം ഇല്ലായിരുന്നുവെങ്കിൽ തടിയന്റെ നസീർ ഒരുപക്ഷെ IAS കാരനായത്. മതം ഒരൊറ്റ കാരണം, അതർവൈസ് ബാക്കികൾ അല്ലാതെ ആഴുന്നുണ്ട്. കുറ്റവാളികളുണ്ട്, ഇസ്ലാമിൽ കുറ്റവാളികളില്ല, എല്ലാ മതത്തിലും ഉണ്ട്. ഭയങ്കര എന്താ പറയുന്ന ഒരുപാട് കുറ്റങ്ങൾ ചെയ്ത നിരീശ്വരവാദികൾ ജയിലിൽ കിടക്കുന്നില്ല. പക്ഷെ അവരെ ആ ഒരു ദർശനം, അവരുടെ പുസ്തകം, വിശ്വാസം, ധാരണകൾ ഈ കുറ്റകൃത്യത്തിലേക്ക് ഡയറക്റ്റായി നയിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, നയിക്കുന്നുണ്ട്. ഇസ്ലാമിൽ എങ്ങനെ നയിക്കുന്നുണ്ട്? ഇനി ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് ഒരു കാര്യം കൂടെ പറയാം, അത് അടുത്ത പ്രാവശ്യം പറയാം. ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പല ലോജിക്കുകളും എന്താ പറയാ, എങ്ങനെയായി ഇപ്പൊ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഭൗതികമായ ലോകത്ത് ഇസ്ലാമിലെ സയൻസ് എന്താണ്? നക്ഷത്രങ്ങളെ വാരി പിശാചിനെ എറിയുന്ന ഒരു ദൈവം. വാട ദൈവം, തിങ്ക് അബൌട്ട് ദാറ്റ്. ഉൾക്കുകൾ എന്നൊക്കെ പറയുന്ന അദ്ദേഹം പിന്നെ എന്താണ്, അദ്ദേഹം NM ഹുസൈനുമായിട്ട് ഞാൻ ഒരു ഡിബേറ്റ് നടത്തിയിരുന്നു. അദ്ദേഹം പിന്നെ നാസീനായ ദൈവത്തിനെതിരെ ഒരു പുസ്തകം ഇറക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് അതീതന്, അങ്ങ് പുറത്ത് നിൽക്കാം, വെടിക്കെട്ടുകാരനാണ്, ഇവിടെ യാതൊരു ബന്ധവുമില്ല. ഇടയ്ക്ക് ഒന്ന് രണ്ട് പുസ്തകം എറിഞ്ഞ് പ്രസിദ്ധീകരിച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും, വേണേ വായിച്ചോടാം. പിന്നെ ഇടയ്ക്ക് രാത്രിയുടെ 3-ാം യാമത്തില് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഒന്നാം സ്വർഗമാണോ ഒന്നോ ആകാശമാണോ, എനിക്ക് വ്യാഖ്യാനത്തിനൊന്നും സമയമില്ല. ഈ ഒന്നാം ആകാശം എന്ന് പറയുന്നപ്പോ അടുത്ത ഒരാൾ പറയുന്നുണ്ട് ഇത് സ്ട്രാറ്റോസ്ഫിയർ, ആണോസ്ഫിയർ, മെസോസ്ഫിയർ, മൾട്ടിസ്ഫിയർ ഒക്കെ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ പറയുന്നുണ്ട് ഒന്നാം ആകാശത്താണ് നക്ഷത്രങ്ങളെ അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഓരോ നക്ഷത്രങ്ങൾ എത്ര പ്രകാശവർഷം അതിൽ നിൽക്കുകയാണെന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഖുറാനിലെ ശാസ്ത്രം. ഖുറാനിലെ ശാസ്ത്രത്തെ കുറിച്ച്, പിന്നെ രേതസിനെ കുറിച്ചും ജനറ്റിക്സിനെ കുറിച്ചും ഒന്നും ഇവിടെ വിളമ്പാൻ സമയമില്ല. ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ
ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇല്ല, ചിലർ കൈ നോക്കിയിട്ട് പറയുന്നുണ്ട് ഉഗ്രം കൈയാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ടൈമില്ല. ഇനി എത്ര സെക്കൻഡ് ഉണ്ട് സാർ? പറഞ്ഞോളൂ. 3 മിനിറ്റ്, അത് മതി. നമ്മൾ ഈ സാമാന്യ പലപ്പോഴും ഈ റിലീജിയൻ, നമ്മൾ ഈ മൂന്ന് തരം ലോകങ്ങളുണ്ട്. മൈക്രോ വേൾഡ്, മാക്രോ വേൾഡ്, അതുപോലെ നമ്മൾ മിഡിൽ വേൾഡ്, മധ്യലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മൈക്രോ വേൾഡ് എന്ന് പറയുന്ന ക്വാണ്ടം വേൾഡ്, അവിടെ പലപ്പോഴും നമ്മളുടെ കോമൺ ലോജിക്ക് തന്നെ ഡിഫൈ ചെയ്യാറുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾ തകിടം അറിയുന്നു സൂക്ഷ്മ ലോകത്ത് നമ്മൾ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കോമൺ ലോജിക്ക്, നമ്മുടെ മസ്തിഷ്കം പരുവപ്പെട്ടു വന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായി കിട്ടുന്ന ചില ഡേറ്റകളുടെ അവലോകന രീതിയാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, എല്ലാ ആടിനും അമ്മയുണ്ട്, എല്ലാ ആടിനും അമ്മയാണ് പ്രസവിക്കുന്നത്. അപ്പൊ ഈ ആടുകൾക്കെല്ലാം കൂടെ ഒരൊറ്റ അമ്മയുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെയാണ്? അല്ല, അതൊരു ലോജിക്കാണ്. ആ ലോജിക്കിന്റെ ഒരു പ്രശ്നമാണ്. എല്ലാ ആടും അമ്മയാണ് പ്രസവിക്കുന്നത്. അപ്പൊ ഈ ആട്ടിൻ കൂട്ടങ്ങൾക്കെല്ലാം കൂടെ ഒരു അമ്മയുണ്ട്, ഒരു വലിയ അമ്മ. അല്ലെ, മനുഷ്യർക്കെല്ലാം അമ്മയുണ്ട്, അപ്പൊ ഹോമോസാപ്പിയൻസിന് എല്ലാം കൂടെ ഒരു അമ്മയുണ്ട്. നമുക്ക് അങ്ങനെ ചിന്തിക്കാവോ? അങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴാണ് നമ്മൾ റിലീജിയസ് ലോജിക്കിലേക്ക് പോകുന്നത്. പലപ്പോഴും അങ്ങനെയല്ല കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് ഉയരം കൂടുന്തോറും തണുപ്പാണ് കൂടുന്നത്. നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ചൂട് കൂടുമെന്നാണ്. അതുപോലെ തന്നെ ഗാലക്സികൾ, ലോകം മുഴുവൻ ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച മാഷ ബിഗ് ബാങ് പ്രകാരം പ്രപഞ്ചം വികസിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം വികസിക്കാത്തത്? ഒരാൾ ചോദിച്ച കാര്യം എന്തെങ്കിലും. അങ്ങനെയാണ് ഭൂമി എവിടെ പോയി നിൽക്കേണ്ടതാ? ഇതാണ് മതലോജിക്കിന്റെ അടിസ്ഥാനം, പ്രാഥമികമായിട്ടുള്ള ബാലലോജിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് പ്യൂറൈൽ ആൻഡ് ഇൻഫന്റൈൽ ഇന്റലിജൻസ്. അപ്പൊ അങ്ങനെയാണ്. ഒരു മിനിറ്റ്. അപ്പം നമ്മളിത് ഫാലസി ഓഫ്, നമ്മളൊരു മൊത്തവും അതുപോലെ തന്നെ ഘടകവും തമ്മിൽ എടുക്കുമ്പോഴുള്ള പ്രശ്നമാണ്. ഭൂമി സൂര്യനും അകലുന്നില്ല, പക്ഷെ ഗാലക്സികൾ തമ്മിൽ അകലുന്നുണ്ട്. സൗരയൂഥത്തിൽ ഇന്റേണൽ ആയിട്ട് പോകുന്നില്ല. ഒരു വസ്തുവിൽ ആറ്റങ്ങൾ അകലുന്നില്ല. ഇതൊക്കെ നമ്മൾ രണ്ടാം തരത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോഴാണ് ഈ ലോജിക്കുകൾ നമ്മളിലേക്ക് തെളിയുന്നത്. ഇദ്ദേഹം ഓരോ ഫൈൻ ട്യൂണിങ് ചോദിച്ചിട്ട് ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ടായി എന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന്റെ ഈ മത ലോജിക്ക് വെച്ചുകൊണ്ട് അല്ല ഇത് ചിന്തിക്കേണ്ടത്. ഇപ്പോ ലോറൻസ് ക്രോസിന്റെ പുതിയ പുസ്തകം ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി. അവിടെ ഒന്നുമില്ലായ്മ എന്ന് പറയുന്നതിലുള്ള സങ്കല്പം എന്താണെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും മതചിന്തകർക്കും കഴിയാറില്ല. ഇപ്പൊ ഹംസ, ഒരു ഗ്രീക്ക് ഡിബേറ്റർ ഉണ്ട്, അദ്ദേഹം കിടന്ന് ചോദിക്കും എന്താണ് ഈ നത്തിങ്? ക്വാണ്ടം ഫ്ലക്ച്വേഷൻ ആണോ നത്തിങ്? അപ്പൊ അതേപോലെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ അല്ല നത്തിങ്, സിംപ്ലി നത്തിങ്. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം താണ്ടേണ്ടതുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, സയൻസ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി കഴിഞ്ഞു എന്നല്ല പറയുന്നത്, നമ്മൾ യാത്ര തുടങ്ങി കഴിഞ്ഞു എന്നാണ്. കുഴിയിൽ ചാടിയതാണ് മതം, സയൻസ് യാത്രയാണ്. ശരി ശരി ശരി.